കുട്ടിക്കാലത്തൊക്കെ ബിരിയാണി കഴിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി വരണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിരുന്ന് വരണം. അതും വീട്ടിലൊന്നും ഉണ്ടാക്കില്ല കേട്ടോ, പുറത്തുനിന്ന് കൂടുതലും വാങ്ങിക്കാറ്. എൻ്റെ വീട്ടിലൊക്കെ ബിരിയാണി വെക്കൽ വളരെ കുറവായിരുന്നു. ഞാനാണ് കേട്ടോ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുന്നത്. കാരണം എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നത് കാണാൻ വളരെ ഇഷ്ടമാണ്. പിന്നെ അപ്രിസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും അതിനേക്കാൾ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഈ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ നോസ്റ്റു അടിക്കുക. സത്യം പറഞ്ഞാൽ പണ്ടത്തെ ഞാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളും എൻ്റെ അനിയത്തിമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനാണ് കൂടുതലും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്. ആളാണെങ്കിൽ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഭാര്യമാരെ ഇങ്ങനെ സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അത് നല്ലതാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, അത് നമ്മുടെ ഭർത്താവിൻ്റെയോ ആയെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞാൻ ആ കാര്യത്തിൽ ലക്കിയാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയും, ചീത്തയാണെങ്കിൽ ചീത്തയാണെന്നും പറയും, ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനും പറയും. നമ്മളും അത്രയല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ നന്നായിട്ടുണ്ടെന്നൊരു വാക്ക് പറയുന്നത് കേൾക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാനായിട്ട് എന്തിനാ മടിക്കുന്നത്? അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ എന്താ കുഴപ്പം? അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.